പാഠം 588 ഓർമ്മകൾ ഉണ്ടായിരിക്കണം. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നു. പുതിയ ബജറ്റിനെ തുടർന്ന് സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന നടപടിയാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നു. ഇങ്ങനെ വയനാട്ടിൽ എങ്ങനെ ജീവിക്കും? സാധാരണക്കാരുടെ കാര്യം കക്ഷ തന്നെ. ഇത് എന്താ പ്രതിവിധി? ഇതെന്താണ് വലിയ ഗൗരവത്തിലുള്ള ആലോചന? സാധനങ്ങളുടെ വില വീണ്ടും കൂടുകയാണ് ഭാമേ. ഇങ്ങനെ പോയാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കും? നമ്മൾ അത്ര സാധാരണക്കാരല്ലല്ലോ മോഹനേട്ടാ. മോഹനേട്ടന് തരക്കേടില്ലാത്തൊരു ശമ്പളമുണ്ട്, എനിക്കും മോശമില്ലാത്തൊരു വരുമാനമുണ്ട്. പിന്നെന്താ പ്രശ്നം? എന്നാലും ഇങ്ങനെ പോയാൽ ഭാവി വലിയ പ്രശ്നമാവും. അത് ഓർക്കുമ്പോ പേടിയാവുക. അതൊന്നും ഓർക്കണ്ട. മോഹനേട്ടൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്തു വെക്കുന്നതല്ലേ പ്രശ്നം. ഓർക്കേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർത്താൽ മതി. ഉദാഹരണത്തിന് ആഫീസ് കാര്യങ്ങൾ ഓർക്കാം, ബാക്കി സമയം മുഴുവൻ എന്നെ പറ്റി ഓർക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് രസമല്ലേ? നിന്നെ പറ്റി ഓർക്കുമ്പോ രസമല്ലല്ലോ, പേടിയല്ലേ തോന്നുന്നത്? തമാശ പറഞ്ഞതായിരിക്കും. എന്തായാലും മോഹനേട്ടന്റെ ജീവിതത്തിൽ ഇത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ ഓർക്കാൻ പറ്റിയ വേറെ എന്താ ഉള്ളത്? ഈ സന്തോഷം, സമാധാനം എന്നുള്ള വാക്കുകൾക്ക് നീ എന്തർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണക്കാർ ഉദ്ദേശിക്കുന്ന അർത്ഥമാണെങ്കിൽ നീ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. എന്റെ മോഹനേട്ടൻ അങ്ങനെയേ പറയൂന്ന് എനിക്ക് അറിഞ്ഞൂടെ. മനസ്സ് മുഴുവൻ എന്നെ പറ്റിയുള്ള ഓർമ്മയും എന്നോടുള്ള സ്നേഹമാണ്. പക്ഷേ അത് പുറത്തു പറയുന്നത് വലിയ പ്രയാസം. എനിക്കറിഞ്ഞൂടെ എന്റെ സാറിനെ. ഹലോ, അതെ ഭാമിയാണ്. ആ വിദ്യ. അത് സാരമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. നീ ഇന്റർനെറ്റിൽ നോക്കാതെന്താ? അതെയോ, ശരി, എന്നാ ഞാൻ നോക്കിട്ട് വിളിക്കാം. പിന്നെ ഞാനിന്ന് വരാൻ കുറച്ച് വൈകുവേ. മുനിസിപ്പൽ കോടതിയിൽ രാവിലെ ഒരു കേസുണ്ട്, നമ്മുടെ വേലായുധന്റെ. അതൊന്നും അവധിക്ക് അപേക്ഷിച്ചേക്കണേ. ശരി. ഇനിയിപ്പോ ഇത് എവിടെ ചെന്ന് അന്വേഷിക്കും? മോനേട്ടാ, ഒരു സംശയം. ഒരു കേസിന്റെ കാര്യത്തിനായി വിദ്യാലക്ഷ്മി വിളിച്ച് ചോദിച്ചതാ. കേരളത്തിലെ ആദ്യത്തെ നിയമവകുപ്പ് മന്ത്രി ആരായിരുന്നു? കൊള്ളാം. ഞാൻ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഓർത്തു വെക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് നീ ഇപ്പൊ ഇങ്ങ് പോകുന്നതേ ഉള്ളൂ. നിന്റെ ഇപ്പോഴത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ അവതരിക്കുന്ന കാര്യം എന്താണ്? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിനെ കുറിച്ച് മാത്രമേ ഞാൻ ഓർക്കേണ്ട കാര്യമുള്ളൂ. കേരളത്തിലെ ആദ്യത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ KR ഗൗരി എന്ന് ഞാൻ മറുപടി പറയും. മോഹനേട്ടൻ നിയമവകുപ്പ് മന്ത്രിയെ കുറിച്ചും അറിയായിരിക്കുമല്ലോ. നിയമത്തിന്റെ വകുപ്പല്ലേ? നിന്റെ വകുപ്പിലെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രി ആരാണ് എന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും നീ ഓർത്തു വെച്ചിട്ടില്ല എന്ന്. അത്രയും ഓർമ്മശക്തിയില്ലാത്ത നീയാണ് എന്നെ കുറ്റം പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രി VR കൃഷ്ണയ്യരാണ്. ശരിയാണല്ലോ. ഞാനെന്താണ് ആ പേര് ഓർക്കാതിരുന്നത്? നിനക്ക് ഓർമ്മയില്ലാത്തോണ്ട്? എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ മോഹനേട്ടനെ സമ്മതിച്ചു. ഒരു കമ്പ്യൂട്ടറിനെക്കാട്ടിലും വലിയ ഓർമ്മയല്ലേ? ഞാൻ വിദ്യാലക്ഷ്മിയോട് എപ്പോഴും പറയും, അവക്കൊക്കെ ഒരു കാര്യം പറയണമെങ്കിൽ പുസ്തകം നോക്കിയോ ഇന്റർനെറ്റ് തപ്പുമൊക്കെ വേണോന്ന്. എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ലോകത്തിലെ ഏറ്റവും ഓർമ്മശക്തിയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ എന്റെ വീട്ടിലല്ലേ എന്ന്. അവൾ കളിയാക്കിയതാണോ? ആയിരിക്കും. എന്നാലും കളിയാക്കിയതിന്റെ ഒരു രീതി ഉണ്ടായിരുന്നു. നീ ഇപ്പൊ എന്നെ കളിയാക്കിയതാണോ അതോ കാര്യമായിട്ട് പറഞ്ഞാണോ? ഇതെന്ത് ചോദ്യം മോനട്ടാ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതല്ലേ. മോഹനന്റെ അത്ര ഓർമ്മശക്തിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു ടെലിവിഷൻ പരിപാടിയിൽ ഇഷ്ടമുള്ള ആളെ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുന്ന ഒരു മത്സരമുണ്ട്. നമ്മളും മനസ്സിൽ കാണുന്ന ആളുടെ പേര് ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞോളി. അതിന് കൂടോത്രം പഠിക്കണം.
ഒരാൾ മനസ്സിൽ കണ്ട കാര്യം മറ്റൊരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? വെറുതെ അങ്ങ് പറയല്ല. ഇപ്പൊ മോഹനേട്ടൻ ഒരാളെ മനസ്സിൽ കണ്ടത് കരുതുക. വെറുതെ ആരെങ്കിലും കണ്ടാ പോരാ, പ്രശസ്തരായ ആരെങ്കിലും വേണം. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെങ്കിലും ആവാം. ഗ്രാൻഡ് മാസ്റ്റർ നമ്മളോട് 20 ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് നമ്മൾ അതെയെന്നോ അല്ല എന്നോ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. 20 ചോദ്യങ്ങൾ കഴിയുമ്പോ നമ്മൾ മനസ്സിൽ കണ്ടയാളെ ഗ്രാൻഡ് മാസ്റ്റർ പറയും. എനിക്ക് മനസ്സിലായില്ല. മോഹനേട്ടൻ ഒരാളെ മനസ്സിൽ വിചാരിക്കുക. ഗ്രാൻഡ് മാസ്റ്റർ ചോദിക്കും, പുരുഷനാണോ? അതെയെന്നോ അല്ല എന്നോ പറഞ്ഞാൽ മതി. അപ്പൊ ചോദിക്കും, ജീവിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നോ ഇല്ല എന്നോ മറുപടി പറയുക. അങ്ങനെ 20 ചോദ്യങ്ങൾ കഴിയുമ്പോ ആളുടെ പേര് പുള്ളിങ്ങ് പറയും. ആ പരിപാടി അവതരിപ്പിക്കുന്ന ആള് ഇന്ത്യ മുഴുവൻ പ്രശസ്തനല്ലേ? അത് കൊള്ളാലോ. പുരുഷനാണോ? ജീവിച്ചിരിപ്പുണ്ടോ? ഇന്ത്യക്കാരൻ? മലയാളി? രാഷ്ട്രീയം? സർക്കാർ ഉദ്യോഗസ്ഥൻ? ആളെ കണ്ടുപിടിക്കാൻ പറ്റും. നീ പറഞ്ഞ സംഭവം വളരെ എളുപ്പമാണ്. ഞാൻ വിചാരിച്ചതാണ്. അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ മോനേട്ടാ. ആണ്. നീ ഒരാളെ മനസ്സിലാലോചിക്ക്, ഞാൻ ആ പേര് പറയാം. എനിക്കിപ്പോ നേരമല്ലോ മോനേട്ടാ. മോനേട്ടൻ ആഫീസിൽ പോകുന്നതിന് പിന്നെ കഴിക്കാൻ ഉണ്ടാക്കട്ടെ. ഇത് പെട്ടെന്ന് തീരുമല്ലോ. നീ ഒരാളെ ആലോചിക്ക് പറഞ്ഞേ. ഞാനായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കെന്നെ ഭാര്യയായോ? നമുക്ക് വൈകുന്നേരം നോക്കാം മോനേട്ടാ. എന്തായാലും ഇങ്ങനൊരു സംഭവം നീ പറഞ്ഞല്ലേ, നമുക്കൊന്ന് നോക്കാം. നീ ഒരാളെ ആലോചിക്ക്. ശരി, ആലോചിച്ചു. ഒടുവിൽ ഞാൻ ഉത്തരം പറയുമ്പോ ആളെ മാറ്റി പറയരുത്. ഇല്ലെന്ന് എനിക്കത് മാറ്റി പറയേണ്ട കാര്യം എന്താ? ശരി, ഒന്നാമത്തെ ചോദ്യം. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. മലയാളി? രാഷ്ട്രീയം? അതെ. മന്ത്രിയോ MLA യോ MP യോ ആയിട്ടുണ്ടോ? MP? ഇല്ല. അപ്പോ കേരളത്തിൽ മന്ത്രിയായ ആരോ ആണ്. മന്ത്രിയായത് 1975 ശേഷമാണോ? അല്ല. 1960 ശേഷം? അതെ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആളാണോ? അല്ല. അതായത് 1960 സർക്കാരിലെയോ 1970 സർക്കാരിലെയോ മന്ത്രിയായ ആളായിരിക്കണം. 1960 സർക്കാരിൽ മന്ത്രിയായിരുന്നു. അതെ. കോൺഗ്രസ്സുകാരൻ? അല്ല. പേരിനോടൊപ്പം സ്ഥലപ്പേരുണ്ടോ? പിടി കിട്ടിയല്ലേ? ചോദ്യത്തിന് സമാധാനം പറയൂ. പേരിനോടൊപ്പം സ്ഥലപ്പേരുണ്ടോ? ഉണ്ട്. 12 ചോദ്യമേ ആയിട്ടുള്ളൂ. 13ാമത്തെ ചോദ്യം. നീ പറഞ്ഞയാൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? ഉണ്ടെന്ന് മോഹനേട്ടൻ തന്നെ അറിഞ്ഞൂടെ? ഇനിയിപ്പോ അങ്ങ് പേര് പറഞ്ഞാ പോരെ? പട്ടം താണുപിള്ള? അതെ. എന്റെ വില്ലേജ് ഓഫീസർ ആരാ മോൻ? 13 ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചു പറഞ്ഞില്ലേ? ഇതിനാണോ വലിയ മത്സരം എന്ന് പറഞ്ഞത്? ഇതൊക്കെ എനിക്ക് നിസ്സാരമല്ലേ? ആണ്. പക്ഷെ അത് എനിക്ക് മാത്രമല്ലേ അറിയൂ. മോഹനേട്ടന്റെ ഓർമ്മശക്തിയെ പറ്റി സത്യത്തില് നാട്ടുകാരെ മുഴുവൻ അറിയേണ്ടതാ. ഒരു ടെലിവിഷൻ പരിപാടിയിലൊക്കെ മോഹനേട്ടൻ പോയിരുന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ കാന്തല്ലൂരുകാർക്ക് മാത്രം അറിയാവുന്ന കെ മോഹനകൃഷ്ണൻ നാളെ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരിക്കില്ലേ? അതോടെ എനിക്ക് വലിയ അഭിമാനമാവും. ആളുകൾക്ക് എന്നോട് ചോദിക്കില്ലേ, മോഹനകൃഷ്ണൻ സാറിന്റെ ഭാര്യയാണല്ലേ എന്ന്? ഇത്രയും ബുദ്ധി ഓർമ്മശക്തിയുള്ള ഒരു ഭർത്താവിനെ കിട്ടിയത് ഭാഗ്യമല്ലേ എന്ന്? മോഹനേട്ടാ, നമുക്കൊരു കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അത് നാട്ടിൽ അറിയാൻ കൂടി വേണ്ടേ? വേണ്ടേ? ഓ, അതിനൊക്കെ ഭാഗ്യമൊക്കെ വേണം.
ഭാഗ്യം എങ്ങനെ വെറുതെ വരുന്നതാണോ? നമ്മൾ കൂടി ശ്രമിക്കണം. ശ്രമിക്കാതെ ജീവിതത്തിൽ വിജയം ഉണ്ടാവോ മോഹനേട്ടാ? എന്റെ ദിവാരം ചേട്ടാ, മോഹനേഷ് സാറ് പറയാതെ ഞങ്ങൾ എങ്ങനെ സർട്ടിഫിക്കറ്റ് തരും? ഞാൻ അന്നേ ചേട്ടനോട് പറഞ്ഞതാ മോഹനേഷ് സാറിനോട് സംസാരിക്കാൻ. ഞാൻ സംസാരിച്ച സാറേ. അപ്പൊ മോഹനേഷ് സാറ് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വന്നാ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ സാറ് വരട്ടെ. ദിവാരം ഇവിടെ നിൽക്ക്. പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു സാറേ, അതുകൊണ്ടാ. മോഹനേഷ് സാർ എപ്പോ വരും? മണി 10 സാറ് വരേണ്ട സമയമായല്ലോ. ഇനിയിപ്പൊ താലൂക്ക് ഓഫീസിലെങ്ങാനും പോയോന്നറിയില്ല. എന്താ പ്രശ്നം? നമസ്കാരം സാർ, ഞാൻ ദിവാകരൻ. ആയിക്കോട്ടെ, എന്താ ദിവാര പ്രശ്നം? ഞാൻ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ വന്നിരുന്നു. ഇന്ന് വരാനാ സാറ് പറഞ്ഞത്. ദിവാരം വരൂ. ചെല്ലേ. സാർ, ദിവാകരൻ പത്രമൊക്കെ വായിക്കാറുണ്ടോ? ഉവ്വ് സാർ. ലോകത്തിലെ പ്രശസ്തരായ ആളുകളെയൊക്കെ ദിവാകരൻ അറിയാമോ? എന്നുവെച്ചാ? അതായത് ലോകത്തിലെ പ്രശസ്തരായ രാഷ്ട്രീയക്കാരെയും കലാകാരന്മാരെയും കായിക താരങ്ങളെയും ഒക്കെ ദിവാകരൻ അറിയാമോ എന്ന്. അത് കുറച്ചുപേരെയൊക്കെ അറിയാം സാർ. ശരി, ഒരാളെ മനസ്സിൽ വിചാരിക്കൂ. എന്താ? ഒരാളെ മനസ്സിൽ വിചാരിക്കൂ. വിചാരിച്ചു സാറേ. പുരുഷൻ. കണ്ടറിഞ്ഞൂടെ? ഓ, മലയാളി. അതെ. സിനിമ. ഇടയ്ക്കൊക്കെ. രാഷ്ട്രീയം. ഇല്ല. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രവർത്തനം. എന്താ സാറേ? സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രവർത്തനം. ഇല്ല ഇല്ല ഇല്ല. വിവാഹിതനാണോ? അതെ. കുട്ടികൾ ഉണ്ട്. വിവാഹിതനാണ്, കുട്ടികളുണ്ട്. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്ന് എന്റെ അടുത്ത് ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചാ? വരുമാന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ആവശ്യമാണോ സാറേ? ആരെയാ മനസ്സിൽ വിചാരിച്ചത്? എന്നെ തന്നെ. പിന്നല്ലാതെ എന്നെ അല്ലാതെ വേറെ വല്ലവരും വിചാരിക്കേണ്ട കാര്യമുണ്ടോ സാറേ? പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ ആലോചിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സാറ് പറഞ്ഞില്ലല്ലോ. ഒരാളെ പറ്റി ആലോചിക്കാൻ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ ആലോചിച്ചു. അല്ല, അതൊക്കെ പോട്ടെ സാറേ, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? സാറേ, ഞാൻ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നതാ. അതിനുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അത് തരാൻ പറ്റുമെങ്കിൽ സാർ താ. അല്ലാതെ വെറുതെ മനുഷ്യനെ വിലക്കെടുത്തി സിനിമ കാണാൻ പോവോ? അവിടെ പോവോ? അവിടെയാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചു? ചുമ്മാ മനുഷ്യനെ വിലക്കെടുത്താൻ വേണ്ടിട്ട് എന്തോ വലിയ ഓഫീസ്. തോൽപ്പിക്കാൻ നോക്കണോ? അവന്റെ കഷ്ടകാലം. വരുമാന സർട്ടിഫിക്കറ്റ് വന്നാൽ അതിനുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ഇതെന്തോന്ന് PSC ടെസ്റ്റോ? കൊലക്കണ മൂട്. അയ്യോ, അവന്റെ കുടുംബക്കാരുടെ പുണ്യം കൊണ്ടാണ് ജീവനെങ്കിലും തിരിച്ചു കിട്ടി. തോൽപ്പിക്കാൻ നോക്കല്ലേ? മോഹനേശ്വരൻ തോൽപ്പിക്കാൻ നോക്കല്ലേ? എന്താ സാറേ? വരിക. അഹങ്കാരി. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണേ. അതെ സാർ, അതെ അതെ. ശിശുപാല, എന്താ സാർ? ഇവിടേക്ക് നിന്നോളൂ. സ്വയംപ്രഭ, ഇരിക്കാൻ നോക്കൂ. രണ്ടുപേരും മനസ്സിൽ ഓരോ വ്യക്തികളെ വിചാരിച്ചോളൂ. പുരുഷൻ, സ്ത്രീ, സിനിമ, രാഷ്ട്രീയം. പറഞ്ഞൂടെ? ശിശുപാല, നമസ്കാരം സാർ. നമസ്കാരം. സുമാര, എന്താ സാറേ? ഇവിടെ വരൂ.
മനസ്സിൽ വിചാരിക്കൂ. എന്തിനാ സാർ? വിചാരിക്കൂ. വിചാരിച്ചു. നിൽക്കൂ ഒരു നിമിഷം. എന്താ സാറേ? ഒരാളെ ഒന്ന് മനസ്സിൽ വിചാരിക്കൂ. ആരാ സാറേ? ആരെ വേണേലും മനസ്സിൽ വിചാരിക്കാം. സാറേ ഈ ചാക്കെടുത്ത് പിടിക്കോ? എന്ത്? ഒരാളെ മനസ്സ് വിചാരിക്കില്ല സാറേ. ആ, ശരി. കുട്ടികളാണ് നല്ലത്. ഈ കുട്ടിയോട് ചോദിക്കാം. നിൽക്കൂ നിൽക്കൂ. എന്താ? ഒരാളെ ഒന്ന് മനസ്സിൽ വിചാരിക്കൂ. പിന്നെ എനിക്ക് അതിനല്ലേ നേരം, ഒന്ന് പോങ്ങളെ. ഒരാളെ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞ ഒന്ന് പോയെ. വെക്കേഷനായിട്ട് കളിക്കാൻ പോലും സമ്മതിക്കൂലേ? ഈ എന്നല്ലേ വേറെ പണിയൊന്നുമില്ലേ? പുതിയ തലമുറ വല്ലാണ്ട് വഴിയിട്ട് പോകും. ആർക്കും ഒന്നിനെ കുറിച്ചും അറിയില്ല. എന്റെ പൊന്നു വക്കീല് ആദ്യം എന്റെ അടുത്ത് വിവരം പറഞ്ഞ സുകുമാരനാണ്. നമ്മുടെ തയ്യക്കടർത്തുന്നില്ലേ സുകുമാരെ? സുകുമാരൻ ചായ കുടിക്കാൻ വന്നപ്പോഴാണ് മോഹനേര സാറിനെ കണ്ടത്. ഒരാളെ മനസ്സിൽ വിചാരിച്ച പറയാം എന്ന് സാറ് പറഞ്ഞെന്ന്. സുകുമാരൻ ആദ്യം കാര്യം മനസ്സിലായില്ല. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെ വേണമെങ്കിലും വിചാരിച്ചോ എന്ന് സാറ് പറഞ്ഞു. സുകുമാരൻ വിചാരിച്ചു. പിന്നെ സാറിന്റെ കുറെ ചോദ്യങ്ങള് സ്ത്രീ, പുരുഷൻ, മലയാളി, കൊലയാളി, തൊഴിലാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം സുകുമാരൻ വിചാരിച്ചത് അവന്റെ സ്വന്തം അച്ഛനെയാണെന്ന് പറഞ്ഞപ്പോ സാറ് ചൂടായി. അത് കഴിഞ്ഞ് വേലിക്കൽ ശിവരാമന്റെ വീട്ടിന്റെ മുമ്പിൽ വെച്ച് സാറ് ശിവരാമനെ തടഞ്ഞു നിർത്തി ഇതേ ചോദ്യം ചോദിച്ചു. ഒന്നും രണ്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുമായി. കുന്നും പറത്ത വേലായുധനെ പറമ്പി കളച്ചോണ്ടിരിക്കുകയായിരുന്നു. അവന്റെ അടുത്തും പറഞ്ഞു ഒരാളെ സങ്കല്പിക്കൂ എന്ന്. ഓരോരുത്തരുടായി പറഞ്ഞ് പറഞ്ഞ് കഥ നാട്ടിൽ മുഴുവനും പാട്ടായി. അതിനിടയിലാണ് അറിയുന്നത് വില്ലേജ് ഓഫീസിൽ ഓരോ ആവശ്യങ്ങൾക്കായി വന്ന സകലരോടും സാറ് ഇതേ ചോദ്യം ചോദിച്ചു എന്ന്. സാറിന് വട്ടായി പോയി എന്നാണ് നാട്ടുകാർ മുഴുവനും പറയുന്നത്. രാവിലെ എനിക്ക് പറ്റിയ അബദ്ധമാണ് എല്ലാത്തിനും കാരണം. മോഹനേട്ടന് ഭയങ്കര ഓർമ്മയാണെന്ന് ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി. നമ്മൾ മനസ്സിൽ വിചാരിച്ചാലെ കണ്ടുപിടിച്ച് പറയുന്ന ഒരു പ്രോഗ്രാമില്ല ടി വി. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞതോടെ മോഹനേട്ടൻ അത് കയറി പിടിച്ചു. അതാണ് സംഭവം. ഓ, എന്നാലും നാട്ടിൻപുറത്ത് ഒരാളിങ്ങനെ തേരാപ്പാര ഇറങ്ങി നടന്ന് ഒരാളെ വിചാരിക്കൂ, ഒരാളെ വിചാരിക്കൂ, എവിടെ പോന്നു അവിടെ നില്ല്, ഒരാളെ വിചാരിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നാട്ടുകാർ വിചാരിക്കൂലേ തലയ്ക്ക് ഭ്രാന്താണെന്ന്. ആ സാരദാ വരുന്നേ നോക്കിയോണേ. പുരുഷൻ, രാഷ്ട്രീയം, ബാക്കിയുള്ളവരെ കൂടി നാണം കെടുത്തി മോഹനേട്ടൻ നടന്നു. പിന്നെ വക്കീലെ ഇതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത് ഞാനാണെന്ന് പറയണ്ട. പിന്നെ സാറിന്റെ ദേഷ്യം എന്റെ അടുത്താവും. നമസ്കാരമുണ്ട് സാറേ. മുത്തമനെന്താ ഈ നേരത്ത്? അല്ല, ഞാൻ വക്കീലിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്ത് സാർ നിന്നു? ഒരാളെ മനസ്സിൽ വിചാരിക്കും. പ്രശസ്തരായ ആരെ വേണമെങ്കിലും വിചാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇതാക്കണ്ട. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ ആരെ വേണമെങ്കിലും. സാറേ സാറേ എനിക്ക് അങ്ങനെ ആരെ അറിഞ്ഞൂടെ, എന്നെ വിട്ടരെ. എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യമുണ്ട്. കഷ്ടം. പ്രശസ്തനായ ഒരാളെ പോലും അറിയാതെ ഉത്തമൻ ഇന്ത്യയിൽ തന്നെയാണോ ജീവിക്കുന്നത്? ഞാൻ ഒരു തർക്കത്തിനുമില്ല സാറേ. വക്കീലെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കേസ് വക്കീൽ എങ്ങനെ കൈകാര്യം ചെയ്യൂ എന്നതിനനുസരിച്ചിരിക്കും ചിലരുടെ ഭാവി. ഞാൻ വരട്ടെ വക്കീലെ. സാറേ
വെറുതെ ഒരാളെ ആലോചിക്കുക. വെറുതെ ഒരാളെ വിചാരിക്കാൻ എനിക്ക് തലയ്ക്ക് ഭ്രാന്തല്ലേ? ഒരാളെ പോലും മനസ്സിൽ ആലോചിക്കാൻ വയ്യ. ആളെ വിചാരിക്കാൻ അറിഞ്ഞോളത്തുണ്ടല്ലോ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഇത്തരം നിസ്സാര കാര്യങ്ങൾ പോലും പറയാത്ത വീട്ടിൽ ഭാമൻ, നീ ആരെങ്കിലും സങ്കല്പിക്കും, നമുക്ക് നോക്കാം. 33 വയസ്സായ സുന്ദരനായ വിദ്യാസമ്പന്നനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ മലയാളിയെ ഞാൻ മനസ്സിൽ വിചാരിക്കാം. പറയാമോ? ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ താന്തലൂർ ഭാഗത്ത് ഇന്നലെ വരെ വളരെ പ്രശസ്തനായിരുന്നു. ഇന്ന് പക്ഷേ തലയ്ക്ക് സുഖമില്ലാതെ റോഡിലൂടെ ഒരാളെ വിചാരിക്കൂ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പ്രാന്തൻ എന്നാണ് പ്രശസ്തി. എന്താണ് സാറിന്റെ ഉദ്ദേശം? ഇന്ന് രാവിലെ ഇവിടുന്ന് ഇറങ്ങിയത് മുതൽ മോഹനേട്ടൻ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. മോഹനേട്ടൻ വട്ടായി പോയി നാട്ടുകാർ പറഞ്ഞു തുടങ്ങി. എനിക്ക് ഓർമ്മയും ബുദ്ധിയും കൂടുതലാണ്. ഞാൻ വെറും വില്ലേജ് ഓഫീസറായി ഇരിക്കുന്ന ആളല്ല എന്ന് ഹൃദയല്ലേ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നുള്ളത് നേരാണ്. മോഹനേട്ടൻ ഒരു താരമായി കഴിഞ്ഞ് എനിക്ക് വലിയ അഭിമാനമാവുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇനി നാട്ടുകാരനെ പ്രാന്തന്റെ ഭാര്യ എന്നായിരിക്കും വിളിക്കുക. മോഹനേട്ടാ, ഓരോ കാര്യം ചെയ്യുന്നതിനും പറയുന്നതിനും ഒക്കെ ഓരോരോ സമയമുണ്ട്. സോറി. ഇപ്പോഴെങ്കിലും ബോധം ഉണ്ടായല്ലോ, നന്നായി. വന്ന ചായ എടുത്തു തരാം. ഒരു പ്രാവശ്യത്തേക്ക് ആരെങ്കിലും ആലോചിക്കൂ. കഴിഞ്ഞ 4-5 കൊല്ലമായി ഒരാളെ തന്നെ മനസ്സ് സങ്കല്പിച്ച് ഞാൻ ജീവിക്കുകയല്ലേ. അതാരാണെന്ന് ഒരു ചോദ്യം ചോദിക്കാൻ മോഹനേട്ടൻ അറിയുകയും ചെയ്യും. പുരുഷൻ, മലയാളി, വില്ലേജ് ഓഫീസർ. മോഹനകൃഷ്ണൻ. ഓർമ്മശക്തി ഒരു വലിയ ശക്തിയാണെന്നതിൽ സംശയമില്ല. പക്ഷെ അതേസമയം ഓർമ്മ നാട്ടുകാരുടെ മുമ്പിൽ ആളാകാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് നല്ലതല്ല. തന്റെ വിപുലമായ ഓർമ്മശക്തി കൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ ഇറങ്ങി നാണക്കേടിലായ വില്ലേജ് ഓഫീസറോട് സഹതാപം പ്രകടിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.